everyone, MyTechBite എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് Mi A3യുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ Mi A3 ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ ഡിസ്പ്ലേ തന്നെ നോക്കാം. കംപ്ലീറ്റ്ലി ഒരു ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫിനിഷിങ്ങിലാണ് Mi A3 നിർമ്മിച്ചിരിക്കുന്നത്. ഹോളോഗ്രാഫിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഡിസ്പ്ലേ നോക്കാന്നുണ്ടെങ്കിൽ 6.08 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1560x720 HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിലെനിക്കൊരു ഡ്രോബാക്ക് പോലെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീഡിയോസ് ശരിക്കും 1080 പിക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എച്ച് ഡി ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റിയിൽ 720 പിക്സൽ മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ഫോണിലും നമുക്ക് 1080 പിക്സലൊക്കെയാണ് വരുന്നത്. സോ ഇതിലെന്താണ് 720 പിക്സൽ കൊടുത്തതെന്ന് അറിയില്ല. സോ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. Mi A3 3 ഡിഫറെൻറ്റ് കളറിലാണ് വരുന്നത്. മോർ ദാൻ വൈറ്റ്, കൈൻഡ് ഓഫ് ഗ്രേ, നോട്ട് ജസ്റ്റ് ബ്ലൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നോട്ട് ജസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടണും വോളിയം റോക്കർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ഇൻസേർട്ട് ചെയ്യാനുള്ള സിം ട്രേയും, പിന്നെ ടോപ്പ് ഭാഗത്തായിട്ട് 3.5mm ഹെഡ്ഫോൺ ജാക്കും ഒരു IR ബ്ലാസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിലായിട്ട് നമ്മുടെ USB Type-C ചാർജിങ് പോർട്ടും രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്പീക്കറും കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Qualcomm Snapdragon 655 ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒക്ടോകോർ ക്രയോ 260 CPU, Adreno 610 GPU ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ PUBG ഗെയിം പ്ലേ നടത്തിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, നല്ല ബാറ്ററി സേവ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ ഗെയിം പ്ലേ നടത്തിയിട്ട് എനിക്ക് 6 to 7% മാത്രമാണ് ബാറ്ററി ലോസ് ആയത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ നമ്മുടെ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ 1 മണിക്കൂർ കളിച്ച സമയത്ത് അത്ര ഹീറ്റ് ഒന്നും ആയിട്ടില്ല. അതായത് നോർമൽ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോഴുള്ള ആ സെയിം ഹീറ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4030 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് Mi A3 വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പക്ഷെ നമ്മുടെ ബോക്സിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല, നോർമൽ ഒരു ചാർജർ ആണ്. അപ്പോൾ ഞാൻ ഈ നോർമൽ ചാർജർ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 3 മണിക്കൂറിനടുക്കാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ടൈം എടുത്തത്. അത് മാത്രമല്ല, നോർമൽ ചാർജർ യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഹീറ്റും ആകുന്നുണ്ട്. സോ നിങ്ങൾ Mi A3 വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ, ഇനി Mi A3 യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്തിട്ട് മാത്രം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ബോക്സിൽ ലഭിക്കുന്ന ചാർജർ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഫാസ്റ്റ് ചാർജർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫോൺ ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ക്യാമറ സെക്ഷന്. Mi A3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയറിൽ വരുന്നത്. 48 മെഗാപിക്സലിന്റെ f1.79 അപ്പാർച്ചർ ക്യാമറയാണ്. അതും സോണിയുടെ IMX586 സെൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ലോ ലൈറ്റിൽ നല്ല അടിപൊളി ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് 8 മെഗാപിക്സലിന്റെ f2.2 അപ്പാർച്ചറുള്ള അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, പിന്നെ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ് റിയറിൽ വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ f2.0 അപ്പാർച്ചറുള്ള AI സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്ത് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വീഡിയോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിയർ ക്യാമറ യൂസ് ചെയ്ത് 4K വീഡിയോസ് 30 ഫ്രെയിംസിലും, 1080 പിക്സൽ വീഡിയോസ് 60 ഫ്രെയിംസിലും 30 ഫ്രെയിംസിലും എടുക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് സ്ലോ മോഷൻ വീഡിയോസ് 1080 പിക്സൽ 120 FPS-ലും, 720 പിക്സൽ 120 FPS-ലും, 240 FPS-ലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ Mi A3യുടെ ക്യാമറ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
നെക്സ്റ്റ് ഇവിടെ അൺലോക്ക് ഫീച്ചർ ആയിട്ട് 7th ജനറേഷൻ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും AI ഫേസ് അൺലോക്കും വരുന്നുണ്ട്. ഇവിടെ ഫിംഗർ പ്രിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്ലോ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ അവിടെ 1 സെക്കൻഡ് അവിടെ വെച്ച് പിടിക്കേണ്ട ഒരു ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്. എന്നാൽ ഫേസ് അൺലോക്ക് അതല്ല, നമ്മൾ പവർ ബട്ടൺ നെക്കിയതിന് ശേഷം ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കറക്റ്റ് ടൈമായിട്ട് തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഫിംഗർ പ്രിന്റ് അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ടൈം അവിടെ ഫിംഗർ പ്രിന്റ് അവിടെ വെച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ അത് സ്കാൻ ചെയ്ത് നമുക്ക് അത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് എനിക്ക് ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ഇന്നോവേഷനായ Android 1 യൂസർ ഇൻ്റർഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാ ബ്രാൻഡും അവരുടേതായ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ MI A3 ആൻഡ്രോയിഡിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. Android 1 യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. നെക്സ്റ്റ് MI A3 പ്രൈസ് വരുന്നത് 12,999 രൂപയാണ് ആമസോണിൽ വരുന്നത്. ഇനി നിങ്ങൾ ഡിസ്പ്ലേ ഒഴികെ ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യുക. ശരിക്കും വേർത്തിട്ട് തന്നെയാണ്. അത് മാത്രമല്ല 12,999 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഫോൺ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു പ്രീമിയം ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാമെന്ന്. എക്സെപ്റ്റ് നിങ്ങൾ ഡിസ്പ്ലേ ഒഴികെ ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആമസോൺ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 12,999 രൂപ കൊടുക്കാതെ ഈ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗിവ് അവേയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ MI A3 റിവ്യൂ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി റിവ്യൂ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.